ഓക്കെ ജോർജ്, അത് വിട്ടേക്ക്. ഇതാ ഞാൻ വിടുന്നു. സ്റ്റുവർട്ട്, ഹലോ. ഓ മാർത്തല, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ വരുന്നത് നോക്കി നിൽക്കുമായിരുന്നോ? അങ്ങനെയും പറയാം. ജോർജ് ആണ് എനിക്ക് ഈ പട്ടം ഉണ്ടാക്കി തന്നത് മാർത്തല. നന്നായിട്ടുണ്ട്. ശരി മാർത്തല, ഇന്ന് രാത്രി എന്റെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ വരുമോ? തീർച്ചയായും ഞാൻ വരാം. പതിവായി വരാറുള്ള സമയത്ത് തന്നെ വരാം. ബൈ ബൈ. എന്താ സ്റ്റുവർട്ട്, അവിടെ തന്നെ നിൽക്കാൻ പോവാണോ? ജോർജ്, എന്നെ താഴെ ഇറക്കൂ. ജോർജ്, നീ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല പട്ടം ഇത് തന്നെയാണ്. പറക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ചില നേരത്തെ എനിക്ക് പേടിയും തോന്നുന്നുണ്ട്. എന്തായാലും നല്ല ത്രില്ലിംഗ് ആണ്. ശരി ശരി, എനിക്ക് മനസ്സിലായി. ഞാൻ വീട്ടിലോട്ട് പോവാണേ. എന്തോന്നായത്? അഴുക്ക് കൈകൊണ്ട എന്നെ പിടിച്ചത്. വിടാൻ. ഓ, ഞാനെന്തിനാ നിക്കണം? നല്ല വെള്ള നിറത്തിലുണ്ടായിരുന്ന എന്നെ ഇങ്ങനെ അഴുക്ക് തേച്ച് വൃത്തികേടാക്കി കളഞ്ഞല്ലോ. അസൂയ പിടിച്ച കുട്ടി, അതാ എന്റെ ദേഹം ഇങ്ങനെ ആക്കി എടുത്തത്. ലിറ്റിൽ ഹൈ ലിറ്റിൽ ലോ, ലിറ്റിൽ ഹൈ ലിറ്റിൽ ഹോ. അമ്മേ, ഞാൻ മാർത്തലെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്താ സ്റ്റുവർട്ട്, അവള് വരുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. യെസ്. ഒരു ദിവസമെങ്കിലും അവളെ എന്നോട് ഇങ്ങനെ കാണിക്കാതിരുന്നിട്ടുണ്ടോ? ഹായ് സ്റ്റുവർട്ട്, ഞാൻ ലേറ്റ് ആയിട്ടൊന്നുമില്ലല്ലോ. ഇല്ലില്ല, നീ കറക്റ്റ് സമയത്തിന് തന്നെ വന്നത്. അല്ലല്ല, ആരായി വന്നിരിക്കുന്നത്? സ്റ്റുവേർഡിന്റെ സഖിയാണല്ലോ. ഹലോ സ്നോബൽ, എന്താ നീ മുടിയിൽ ഡൈ ചെയ്തിരിക്കുകയാണോ? പ്രായം കൂടുന്തോറും നിന്റെ ഗ്ലാമർ കൂടി വരികയാണല്ലോ. എന്തോ? ഭക്ഷണം റെഡി. ആരാ ആദ്യം വരുന്നത്? ഭക്ഷണോ? പട്ടം പറത്തിയത് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. ഇതുവരെ ഇത്രയും ജോളി ആയിരുന്നിട്ടില്ല. ജോർജ് പറഞ്ഞതുപോലെ നല്ല രസം തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ കാറ്റിൽ പറന്നു പോയി. സ്റ്റുവർട്ട് പറന്നു. ഞാൻ പട്ടത്തിന്റെ നൂലും പിടിച്ചിരിക്കായിരുന്നു. നീ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നോ? ആ, ധരിച്ചിരുന്നു. നിനക്ക് കളിക്കാൻ ജോർജ് ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി തരുമല്ലേ? അതെ അതെ, സത്യമാണ്. ഒരിക്കൽ അവൻ എനിക്കൊരു മോഡൽ ബോട്ട് ഉണ്ടാക്കി തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ മാർത്തല? പിന്നെ ഒരു പ്ലെയിൻ. പിന്നെ നിന്റെ കാറും സൂപ്പർ ആയിരുന്നല്ലോ. നമുക്ക് കാറിലൊന്ന് ചുറ്റിയടിക്കാം. അമ്മേ, അച്ഛാ, ഞാൻ മാർത്തലെ വെളിയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. സന്ധ്യക്ക് മുമ്പെങ്കിൽ വന്നാ മതി. അപ്പൊ ഞാനും എന്റെ കാറെടുത്ത് വെക്കോട്ടെ? നിനക്ക് വേറെ ഒരുപാട് കാറുകൾ ഉണ്ടല്ലോ ജോർജ്. പിന്നെ മോഡൽ ട്രെയിൻ, ട്രക്സ്. ഇല്ല, എനിക്കൊരു ഒറിജിനൽ കാർ വേണം, എഞ്ചിനുള്ളത്. എന്താ ജോർജ് ഇത്? സ്റ്റുവർട്ടിന്റെ അടുത്തുണ്ടല്ലോ. അതൊരു ചെറിയ മോഡൽ കാറല്ലേ? നീയും അവനെ പോലെ ചെറുതായിരുന്നെങ്കിൽ നിനക്കും അത് ഓടിക്കാമായിരുന്നല്ലോ. ഇതൊന്നും ശരിയല്ല അച്ഛാ. സ്റ്റുവർട്ടിന് കാർ ഓടിക്കാനും ട്രെയിൻ ഓടിക്കാനും ബോട്ട് ഓടിക്കാനും ഒക്കെ അനുവാദം ഉണ്ടല്ലോ. അവന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? മാർത്തല, നമുക്കിനി ഒരു ദിവസം വെളിയിൽ പോകാം. നിനക്ക് വിഷമമൊന്നും ഇല്ലല്ലോ? നോ പ്രോബ്ലം. പാർട്ടാസിൽ ഒരു സിനിമ നടക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അത് പോയി കണ്ടോളാം. പക്ഷികളും പൂമ്പാറ്റകളും. സീ യു. നിനക്ക് ഈ കളി ഇഷ്ടപ്പെട്ടു അല്ലേ? ഞാൻ നിന്റെ കൂടെ കളിക്കാൻ റെഡിയാണ്. നല്ല രുചിയുണ്ട് മാർത്ത. നമ്മൾ ജോർജിന്റെ അടുത്ത് വളരെ സ്ട്രിക്റ്റ് ആയി പോകുന്നു എന്നൊരു സംശയം. അങ്ങനെയൊന്നും തോന്നുന്നില്ല. എനിക്കെന്തോ ജോർജിനേതോ. അവൻ അസൂയ തോന്നിയതാണോ അതോ ഇനി മറ്റു വല്ല കോംപ്ലക്സും ആയിരിക്കോ? ഹോ, ഇവൻ ഇങ്ങനെയൊക്കെ തോന്നിയാൽ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് അവനെ സമാധാനിപ്പിക്കണം. ജോർജ്, എന്ത് വേണം? നീ വിഷമിക്കാതെ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അച്ഛനും അമ്മയും ഇതൊക്കെ പറയുന്നത്. എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. നിനക്ക് മാത്രം എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കാം. ദാ ഇതുപോലെ. എന്റെ കാര്യമാണെങ്കിലോ? അതിന് കാരണം ഞാൻ നിന്റെ മോഡൽ ട്രെയിൻ ഓടിക്കാൻ പറ്റിയ സൈസ് ആയതുകൊണ്ടാ. കറക്റ്റാ ജോർജ്. എന്താ?
നീ ഒരു മോഡൽ ഉണ്ടാക്കണം, അത് നിന്റെ സൈസിൽ. അത് ശരിയാ. ജോർജ് സൈസ് മോഡൽ എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജോർജ്, എന്താണച്ചാ? ഞങ്ങൾക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞങ്ങൾ നിന്നെയും സ്റ്റുവർട്ടിനെയും മാർത്തയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അതെനിക്കറിയാം. നിന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറണമെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സാരമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും സ്റ്റുവർട്ടും കൂടെ ഇപ്പൊ ഒരു മോഡൽ ഉണ്ടാക്കാൻ പോവാ. ഓ, അങ്ങനെ തന്നെ ആകട്ടെ. ഹായ് ഗൈസ്, എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞങ്ങളൊരു പട്ടത്തിന്റെ മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നേരത്തെ ഞാൻ കണ്ടതുപോലത്തെയാ? ഇല്ലില്ല, കുറച്ചും കൂടി വലുതാ. അവൻ എങ്ങോട്ടാ പോകുന്നേ? അത് ടെസ്റ്റ് ചെയ്യാൻ പോവാ. ഓക്കെ, റെഡി? 3, 2, 1 സ്റ്റാർട്ട്. വാവ്, കൊള്ളാം. അത്ഭുതം തന്നെ. അയ്യോ, പെട്ടെന്ന് വാ, അകത്ത് പോവാം. അയ്യോ, അയ്യോ. അയ്യോ, മാർത്ത, അവിടെ പിടിക്കാതെ എനിക്ക് ഇക്കിളിയാകുന്നു. ഇനി ഈ കൈകൊണ്ട് നിനക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ. ഓ, നീ അത് കണ്ടോ? മാർത്ത സ്നോബെലിനെ വാക്കിങ്ങിന് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ കളിക്കാൻ പോവാ. കളിക്കുമ്പോ സൂക്ഷിച്ചു വേണം മോളെ. ഫെഡറിക്, നിങ്ങൾ ഈ ആർട്ടിക്കിൾ കണ്ടായിരുന്നോ? ഇതിൽ പറയുന്നത് മൂത്ത കുട്ടിയോട് മാതാപിതാക്കൾ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കണമെന്നാ. അതിലെന്താ തെറ്റുള്ളത്? അതുകൊണ്ട് കുട്ടിക്ക് മനസ്സിലെന്തെങ്കിലും, ഇതുപോലെ നമ്മുടെ ജോർജിന് എന്തെങ്കിലും. കുട്ടികളോട് 2 തരത്തിൽ പെരുമാറിയാലുണ്ടാകുന്ന കോംപ്ലക്സ്. പക്ഷേ ജോർജിന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും മുൻകരുതലായിട്ട് ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. കുട്ടികളെ എല്ലാവരെയും ഒരുപോലെ കാണണം നമുക്ക്. തീർച്ചയായും. അല്ല ജോർജ്, ഇതെന്താ കയ്യില്? വലിയൊരു പട്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ അത് വെറും കടലാസായി പോയി. ജോർജിന് പറക്കാൻ പറ്റിയ സൈസിൽ ഒരെണ്ണം ഉണ്ടാക്കിയതാ, പക്ഷെ ഇത് താഴെ വീണ് തകർന്നു പോയി. ദൈവമേ. പേടിക്കണ്ട, ആർക്കും അപായമൊന്നുമില്ല. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. അത് സാരമില്ല. പക്ഷെ ഇതിന് പകരം ഞങ്ങളൊരു കാർ ഉണ്ടാക്കാൻ പോവാ. അന്ന് പറഞ്ഞില്ലേ, അതുപോലെ ജോർജിന് ഓടിക്കാൻ വേണ്ടി. നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ. അത് ശരിയാ. സ്റ്റുവേറ്റിനെ പോലെ ജോർജ് അവൻ ഉണ്ടാക്കുന്ന കാർ ഡ്രൈവ് ചെയ്യാൻ അനുവാദം കൊടുക്കണം. സമ്മതിച്ചോ? പക്ഷേ സത്യത്തിൽ ഈ മോഡൽ ഉണ്ടാക്കുന്നതിലാണ് എനിക്ക് വളരെ സന്തോഷം. ഞാൻ വിചാരിച്ചു ഡ്രൈവിംഗ് ആണ് രസമെന്ന്. ഇതൊക്കെ ഉണ്ടാക്കുന്നതും ഡ്രൈവിംഗ് പോലെ രസമാണ് മാർത്തല. യാ. ഇപ്പൊ ഭംഗിയായിരിക്കുന്നു. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു മാർത്തല. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. സ്നോബൽ, നിനക്ക് എന്തു പറ്റി? ആ മാർത്ത എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ട് ഞാൻ എന്താ ഡാൻസ് ചെയ്യാൻ പോകുന്നു. നിന്നെ കണ്ട സർക്കസിൽ ഡാൻസ് ചെയ്യുന്ന ഒരു ജോക്കറിനെ പോലെ ഉണ്ട്. പാവ സ്നോബൽ, മാർത്ത നിന്നെ ഒരുപാട് കളിയാക്കുന്നുണ്ടല്ലേ? കളിക്കണം, ഡാൻസ് ചെയ്യണം, ടീ പാർട്ടിക്ക് പോകണം. എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. കളിക്കുന്നതൊക്കെ കൊള്ളാം എന്ന് വെച്ച് ഇങ്ങനെയാണോ? ഇതാ വരുന്നു, പറഞ്ഞു കൊടുക്കല്ലേ. സത്യത്തിൽ വളരെ നന്നായിരിക്കുന്നു ജോർജ്. ഞാനിതൊന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ. ഇതിനകത്ത് മാത്രം മതി. ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവണം. നിന്റെ മോഡൽ കാറിൽ ടൂൾസ് എല്ലാം വെക്കുന്ന പോലെ ഞാൻ എന്റെ കാറിലും വെച്ചിട്ടുണ്ട്. നീ പെട്ടെന്ന് വാ, നമുക്ക് റെഡിയാവാം. വീണ്ടും ആരംഭിച്ചല്ലോ ഈ മാർത്ത. നിനക്ക് ഫ്രോക്കിട്ട് തരട്ടെ? ഇതൊന്നും എനിക്ക് വേണ്ട. ഇതിട്ടിട്ട് ഞാൻ എന്താ ഡാൻസ് ചെയ്യാനോ മറ്റോ പോവേണോ?
എന്തോന്ന് സ്നോബൽ? എവിടെ പോയി? എവിടെ പോയാ നിനക്കെന്താ? പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കുക. ശബ്ദമേ ഇല്ല. പോയി കാണും. ഒളിച്ചിരിക്കാൻ ഇത് തന്നെയാണ് പറ്റിയ സ്ഥലം. ആരും വന്ന് കണ്ടുപിടിക്കില്ല. ഒന്ന് ഉറങ്ങാം. എന്റെ പൊന്നുമോള് വാ, നമ്മളെല്ലാരും പാർക്കിലേക്ക് പോകാൻ പോകുന്നു. ഈ മോഡൽ ശരിക്കും നന്നായിരിക്കുന്നു അല്ലേ? അതെ അതെ, വളരെ നന്നായിരിക്കുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് ഉണ്ടാക്കാനേ സാധിക്കില്ലായിരുന്നു സ്റ്റുവർട്ട്. ഈ കുടുംബത്തിൽ നീ തന്നെയാണ് മാസ്റ്റർ മോഡൽ ബിൽഡർ ജോർജ്. സഹായിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഹായ് ഫെഡറിക്. കാർ ഓടിക്കാൻ ഇന്ന് പറ്റിയ ദിവസം തന്നെയാണ്. നമ്മുടെ കുട്ടികൾ ഇന്ന് കാർ ഓടിച്ച് പഠിക്കട്ടെ. ഞാനിപ്പോ എവിടെയാ ഉള്ളത്? എവിടെയാണെങ്കിൽ എന്താ, നന്നായിട്ടൊന്ന് ഉറങ്ങണം, അത്രേ ഉള്ളൂ. വാ സ്റ്റുവർട്ട്, നമുക്ക് ബാൽക്കണിയിൽ ഇരിക്കാം. നീ ഒരുപാട് സ്പീഡിലൊന്നും ഓടിക്കരുത്. ശരി അമ്മേ. വളരെ സൂക്ഷിച്ച് ഓടിക്കണം, മനസ്സിലായോ? ശരി അച്ഛാ. പേടിക്കണ്ട അച്ഛാ, ജോർജ് അല്ലേ ഇത് ഉണ്ടാക്കിയത്. അവൻ അറിയാം എങ്ങനെ ഓടിക്കണമെന്ന്. ശരി, നോക്കിക്കോളൂ. ഞാൻ ആക്സിലേറ്റർ ചവിട്ടിയാൽ ഇത് മൂവ് ആവും. ഞാൻ കാലെടുത്താൽ ഇത് നിൽക്കും. കണ്ടില്ലേ? അതൊക്കെ ശരി തന്നെ. എന്നാലും നീ ഒരുപാട് സ്പീഡിലൊന്നും ഓടിക്കണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി അമ്മേ. ജോർജ് എന്റെ അടുത്തും ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത്. ഇനി നമുക്ക് ഡ്രൈവിംഗ് ആരംഭിക്കാം. ഹലോ. ഹോ, അവനൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. മറ്റുള്ളവരെക്കാളൊക്കെ എത്രയോ നന്നായിട്ട് അവൻ കാർ ഓടിക്കുന്നത്. അതും ശരി തന്നെയാണ്. ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്തു. അങ്ങനെ തന്നെ ജോർജ്. ഇനി നീ എന്നെ തോൽപ്പിക്കാൻ നോക്കട്ടെ. നീ കണ്ടോ, ഞാനാണ് ജയിച്ചത്. ഇങ്ങനെ കാറ്റടിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നി. കണ്ടുപിടിച്ചല്ലോ. അത് കണ്ടോ, ആ ബാഗിനകത്ത് നമ്മുടെ സ്നോബൽ ഉണ്ടായിരുന്നു. സ്നോബെല്ല് മാർത്തയെ പേടിച്ചിട്ട് ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. പാവം, അബദ്ധം പറ്റിപ്പോയതാ അവന്. അല്ല, എന്നെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണോ? നമ്മുടെ ജോർജ്. ഇത്ര സ്പീഡിൽ പോയാ എനിക്ക് പേടിയാവും ജോർജ്. തല കുത്തി നിൽക്കാം. സ്നോബൽ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നെന്നോ? എലിയെ പേടിച്ച് യമന്റെ അടുത്ത് എത്തിയതുപോലെയായി. നീ വിഷമിക്കാതെ സ്നോബൽ, ഞാനിനി പതുക്കെ ഓടിക്കാം. നീ പേടിച്ചു എന്ന് തോന്നുന്നു. അയ്യോ. എന്തോന്ന് അയ്യോ? ജോർജ് ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നത്. ജോർജ്, സ്പീഡ് കുറയ്ക്കാനിതാ നിന്റെ അമ്മ പറയുന്നു. അച്ഛൻ പറയുന്നത് അവന് കേൾക്കില്ല അച്ഛാ. ഞാനും മാർത്തലും കൂടി പോയി പറയാം. ജോർജ്, അമ്മ അച്ഛനും നിന്നോട് പതുക്കെ ഓടിക്കാൻ പറയുന്നു. എന്നെ കൊണ്ട് കഴിയില്ല. ആക്സിലേറ്റർ സ്റ്റക്ക് ആയിരിക്കുകയാണ്. ആക്സിഡന്റ് ആവുമെന്ന് പേടിയാവുന്നു. അപ്പൊ എന്റെ ഗതി? ജോർജ്, അങ്ങോട്ട് നോക്ക്. മാറിക്കോ. നീ പേടിക്കണ്ട, ഞാനും മാർത്തലും നിന്നെ ഹെൽപ്പ് ചെയ്യാം. അയ്യോ. ജോർജ്, അവിടുന്ന് ഒരു കാറ് വരുന്നുണ്ട്, സൂക്ഷിച്ച്. സോറി. ഇടതുവശത്തേക്ക് നോക്ക് ജോർജ്. എന്താ? സ്റ്റുവർട്ട്, നമുക്കൊന്നും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കുട്ടികൾ നമ്മുടെ മുമ്പിലൊന്നും കാണാനില്ലല്ലോ. ഇവരിത് എവിടെ പോയതാവും? ജോർജ്, വണ്ടി ഇവിടെ എവിടെയെങ്കിലും നിർത്ത്. എനിക്ക് കഴിയുന്നില്ല. വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. എല്ലാരും മാറിക്കോ.
ഭാഗത്ത് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സൂക്ഷിക്കണേ സ്നോബൽ. ഇനി എന്തോന്ന് സൂക്ഷിക്കാൻ ഞാൻ. ഇതെങ്ങനെ ശരിയാക്കി എടുക്കും ജോർജ്? എനിക്കൊന്നും അറിയില്ല. വണ്ടി നിർത്തിയാലല്ലേ ശരിയാക്കാൻ ഒക്കൂ. എങ്ങനെയെന്ന് പറ, ഞാൻ തന്നെ ശരിയാക്കാം. വണ്ടിയുടെ പുറകിൽ ബാഗിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, നീ അത് എടുക്ക്. അപ്പൊ ഞാൻ അതിന്റെ പുറത്താണോ ഇരിക്കുന്നത്? സ്നോബൽ ഒന്ന് മാറിക്കേ, ഞങ്ങൾക്കൊരു സാധനം എടുക്കണം. രണ്ടുപേരും ജോഡിയായിട്ടാണല്ലോ. ഇവിടെ 4 കാലിലേ നിൽക്കാൻ പറ്റുന്നില്ല. ഇവൻ ഇങ്ങനെ കാല് പിടിച്ച് പൊക്കിയാലെങ്ങനെ? ദായിരിക്കുന്നു. നീ പേടിക്കാതെ, ഉടൻ തന്നെ കാറിന്റെ ബാറ്ററി വീക്കാകും. എന്നാലും അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയാവുന്നു. ഇനി എന്ത് ചെയ്യണം? സ്ക്രൂ ഇളക്കിയിട്ട് ഫ്ലോർ പാനൽ തുറക്ക്. പറയുന്നത് പോലെ കേൾക്ക്. ശരി, ഉടനെ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്തു, ഓപ്പൺ ചെയ്തു. ശരി, നീ താഴെ പോയി ജാമായിരിക്കുന്ന ആക്സിലേറ്ററിനെ ഇളക്കി വിടാൻ നോക്ക് സ്റ്റുവാർട്ട്. നല്ല ടൈറ്റ് ആയിരിക്കുന്നു. ബാഗിൽ ഓയിൽ ക്യാൻ ഉണ്ട്, അതെടുക്ക്. ഞാൻ എടുത്തിട്ട് വരാം. നിൽക്ക്, ഞാൻ എടുക്കാം. ഈ ബാഗിനകത്ത് ഇനി എന്തൊക്കെ ഉണ്ടോ? അയ്യോ, എക്സ്ക്യൂസ് മീ, ഇതുവഴി സ്പീഡിൽ ഒരു കുട്ടി കാർ ഓടിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടായിരുന്നു സർ? താങ്ക് യു. മാർത്തല, ഇതാ പിടിച്ചോ. കിട്ടി. പെട്ടെന്നാട്ടെ സ്റ്റുവാർട്ട്. കഴിഞ്ഞടാ. അയ്യോ, നമ്മുടെ കുട്ടികൾ. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, ഞാനിത് വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ്. അയ്യോ, അയ്യോ, എങ്ങനെയോ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടേ. ഹായ്. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? ഒന്നും പറ്റിയില്ല. സ്നോബൽ, നല്ല ഫാമിലി തന്നെ. അവനേക്കാളും ഭേദമാണ് നീ. എന്താണ് ഉണ്ടായത്? ആക്സിലേറ്റർ സ്റ്റക്കായതാ, സ്റ്റുവേർട്ടാ ശരിയാക്കിയത്. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ജോർജ്. നീ വളരെ പരിചയസമ്പന്നനായ ഡ്രൈവറാണെന്ന് നീ തെളിയിച്ചിരിക്കുന്നു. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടി ശരിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇനി നമുക്കൊരു മോഡൽ ബോട്ട് ചെയ്താലാ ജോർജ്? അതിപ്പോ വേണ്ടെന്ന് തോന്നുന്നു സ്റ്റുവാർട്ട്. ഇത് നല്ല രസമുള്ളതൊക്കെ തന്നെയാണ്. എന്നാൽ എനിക്ക് ഇപ്പൊ മനസ്സിലായി, ഇതിനേക്കാൾ നല്ലത് മോഡൽ ചെയ്യുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ വണ്ടി നീ തന്നെ ഓടിച്ചോ. നിങ്ങൾ കണ്ടില്ലേ, മാതാപിതാക്കൾ ഓരോ കുട്ടികളെ ഓരോ രീതിയിൽ കാണുന്നത് സഹജമാണ്. കാരണം ഓരോ കുട്ടികളുടെ സ്വഭാവത്തിലും അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എന്റെ കുടുംബം തന്നെ നോക്കൂ. ജോർജിന് മോഡൽസ് ഉണ്ടാക്കാനാണ് ഇഷ്ടം, എനിക്കാണെങ്കിൽ അത് ഓടിക്കാനും. നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മളോട് ഒരുപോലെ തന്നെയാണ് പെരുമാറുന്നത്.